ഒരാള് മൾട്ടി ടാലന്റഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. പിന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വൺ ആൻഡ് ഓൺലി ഓപ്പറേഷൻസ് എന്നും വൺ ആൻഡ് ഓൺലി ആയിട്ട് ബെർലിൻ പോകാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോലെ വിളക്കിന്റെ വെളിച്ചത്തില് പഠിച്ചു ആള്. ഞാൻ ഈ കോളേജിൽ പോകാത്തതിന്റെ വിഷമം എന്റെ മാറിയത് ആ ക്യാമ്പസിലാണ്. അപ്പൊ ദിനേശനോട്ട് ഇവിടെ കൊത്തു പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കാൻ പോണത്. അപാരമായി കൂട്ടായി. ഇഷ്ടംപോലെ ഉണ്ട് തല്ലൂടണ്ട. അത് കണ്ണെത്താ ദൂരത്തെല്ലാം ചെന്നെത്തേണം, ചെന്നെത്തണ ദൂരത്തെല്ലാം കാതോർക്കേണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജയന്തി ചേച്ചി ചിക്കൻ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ചിക്കനിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ അധോലോകത്തിലത്തെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നും, നമ്മുടെ മെമ്പേഴ്സൊക്കെ മൾട്ടി ടാലന്റഡ് ആണെന്ന്. അതിൽ ഒരാള് മൾട്ടി ടാലന്റഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. അവനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഈ മലയാളം നിഘണ്ടുവിലൊന്നും വാക്കുകളില്ല. അതുപോലെ കഴിവുകളുള്ളൊരു മഹാവ്യക്തിത്വത്തിനുടമയാണ് പലതീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിക്ക് കുറച്ച് ചിക്കൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഇങ്ങനെ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ട വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 5 പൊറോട്ട വാങ്ങിച്ചോണ്ടുണ്ട്. കോഴിമുട്ട കുറച്ച് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 4. പിന്നെ കുറച്ച് സബോള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ വീട്ടിലത്തെ മസാലപ്പൊടികള് ഇതൊക്കെ കൂട്ടിച്ചേർത്ത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വൈകുന്നേരങ്ങളിൽ ഞങ്ങള് ഇവിടെ അക്കാദമിയിൽ പോകുമ്പോഴേ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. എല്ലാവരും ക്യാൻറ്റീനിൽ അതിന് അഡിക്റ്റ് ആണ്. അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴാണ് പോകുമ്പോ അങ്ങോട്ട് കഴിക്കുക. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ഈ പൊറോട്ട എന്ന് പറയണത് അൺഹെൽത്തി ആണെന്ന് നമുക്ക് അറിഞ്ഞാലും എൻ്റെ അച്ഛട്ടാ പൊറോട്ടേനെ കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതിൽ സംസാരിക്കും. ആ സാധനമില്ല ഇത്ര പൊട്ട, അത് കഴിച്ച് കഴിഞ്ഞാൽ വയറിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോയി വിശക്കണമെന്ന് തോന്നി ഹോട്ടലിൽ നിർത്തി കഴിഞ്ഞാൽ എന്തിട്ട് അച്ഛന് വേണ്ട പൊറോട്ട എന്ന് പറയും. അങ്ങനെയാണ് അച്ഛൻ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഈ സാധനം ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കണോണ്ട് കുഴപ്പമില്ല, സ്ഥിരം കഴിക്കാണ്ടിരുന്ന പോലെ. സ്ഥിരം കഴിക്കണവർ കഴിക്കട്ടെ, നമ്മൾ വല്ലപ്പോഴാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഞാൻ കുറെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെച്ചിട്ടുള്ള ആ വ്യക്തിനെ ഞാൻ നമ്മുടെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ദിനേശൻ വരൂ, ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദിനേശന്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഈ എപ്പിസോഡ് പോരാ അല്ലേ? ഒരു മനുഷ്യന്റെ ദിനേശന് ഞാൻ നമസ്കാരം. ദിനേശനെ അതായത് എനിക്ക് ചില സമയങ്ങളിൽ ചേട്ടൻ ഈ നാടകം പഠിക്കാനായിട്ട് അക്കാദമിയിൽ പോയ സമയത്ത് ഞങ്ങൾ സ്ഥിര അലമ്പാണ്, എന്നും വഴക്കാവും, എല്ലാ ഞായറാഴ്ചയും വഴക്കാണ് ചേട്ടൻ പോകുമ്പോൾ. അപ്പോൾ നാടകത്തിന് പോകണത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ വാക്കുകൾ കേൾക്കണ ആളല്ല, നിങ്ങൾക്കറിയാലോ. ഞാൻ പറയണതൊന്നും ചേട്ടൻ എടുക്കാറില്ല, ചേട്ടൻ എന്താണ് തോന്നുന്നത് അതിനെ ചെയ്യാറുള്ളൂ. പക്ഷെ അത് വളരെ നന്നായി ഞാനൊന്ന് പറഞ്ഞത് കേൾക്കാൻ. കാരണം ഇതുപോലത്തെ കുറേ ഫ്രണ്ട്സ്, കുറേ നമ്മുടെ വൈബുള്ള, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആരാധന ഒന്ന് ഇഷ്ടം തോന്നുന്ന, നമ്മുടെ ഒപ്പം നിൽക്കുന്ന, എല്ലാത്തിനും സന്തോഷത്തിലും വിഷമത്തിലൊക്കെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന കുറേ പേരെ നമുക്ക് കിട്ടിയതിൽ ഒരാളാണ് ദിനേശൻ. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് മാത്രമാണ് നമ്മുടെ അധോലോകത്തിലുള്ളൂ. പലരും ഇതിനെ പുറത്ത് നിൽക്കുന്നവർ ഇതിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളാരും അങ്ങനെ കേട്ടാണ്ട് ഇങ്ങനെ നിർത്തിയേക്കാം. നമ്മളിവിടെ ഇതിലുള്ളവർ മതി. അപ്പോൾ കട്ട് ചെയ്തോ. അപ്പൊ ദിനേശിന് കുറെ കഴിവുകളുണ്ട്. ദിനേശൻ ആകെ 10ാം ക്ലാസ് +2 വരെ പഠിച്ചാണ്. ഒഫീഷ്യൽ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിന് ബാക്കി ചേട്ടൻ പറയും. പറഞ്ഞു. ദിനേശിന് വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത്. ഈ ലോകത്തില് ചെയ്യാത്ത ജോലികളൊന്നും തന്നെയില്ല എന്ന് പറയാം. ചെയ്യാത്ത ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കാൻ നടന്നിട്ടുണ്ട്, ജ്യൂസ് കടയിൽ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ നിന്നിട്ടുണ്ട്. ഹോട്ടലില് പിന്നെ എന്നിട്ട് വേറെ പറഞ്ഞ 2-3 കൂടി പറഞ്ഞല്ലോ. രാത്രിയില് ഓട്ടോറിക്ഷ ഓടിപ്പിക്കാൻ പോവും. പിന്നെ ബേക്കറിയില് ജയ ബേക്കറിയില് ചായക്കട. ചെയ്യാത്ത പണികളൊന്നും തന്നെ ഇല്ല. വെറും 10ാം ക്ലാസ്സുള്ള ആള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലത്തെ എന്തൊരു മെഡിക്കൽ റെപ്പർമാരില്ല 1ാം സ്ഥാനം. ഞാൻ പറഞ്ഞേ എന്തിനാ 1ാം സ്ഥാനം? അല്ല ഇപ്പോഴത്തില്ല, 1ാം സ്ഥാനം എത്തിയത് എന്റെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ട് എന്നെ ബെർലിനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ജർമ്മനിക്ക്. ജർമ്മനിലേക്ക് പിന്നെ അവിടെ
ആ സമയത്ത് ഞാൻ ബെയർ എന്ന് പറഞ്ഞൊരു ബെയറിന്റെ മെറ്റാസിഡ്. അതല്ല, ഞാൻ ഗൈനക്കോളജിയിൽ വർക്ക് ചെയ്യും. അതെ. പിന്നീട് അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാൻ പറ്റി. അവരോടൊന്ന് അടുത്ത അവാർഡ് ഇൻവൈറ്റ് ചെയ്തിട്ട്. നോക്കി പറയേ. ഇല്ല, ഞാൻ എന്നെ തെറ്റി പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല. ഇല്ല, ഞാന് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ പോയിട്ടുണ്ട് അച്ചീവ് ചെയ്തിട്ട് അവാർഡ് വാങ്ങാൻ. പിന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വൺ ആൻഡ് ഓൺലി ഓപ്പറേഷൻസ് എന്നും വൺ ആൻഡ് ഓൺലി ആയിട്ട് ബെർലിൻ പോകാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഈ ജോലിയുടെ ഭാഗമായിട്ട് കയറി പിടിച്ചിട്ടുണ്ട്. ഹോട്ടലില് തൃശ്ശൂർ വടക്കേ ചാനലത്തിൽ ഹോട്ടലില് കുക്കല്ലേ നടന്നേ, കുക്കും സപ്ലയർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, എല്ലാം ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ നമ്മുടെ ഡിഗ്രി എഴുതിയെടുത്തത്. അപ്പോഴാണ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മെഡിക്കൽ റപ്പ് ആവണമെന്ന്. എൻ്റെ ഏട്ടൻ മെഡിക്കൽ റപ്പായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഇഞ്ച് ചെയ്ത് വരുന്നു, ഗൾഫിൽ നിന്ന് അളിയൻ വരുന്ന പോലെ ചേട്ടൻ ഇങ്ങനെ വീട്ടിലേക്ക് വരും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. അപ്പൊ നല്ല ഞാൻ ടൈയൊക്കെ കെട്ടി ഇഞ്ച് ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് ബൈക്ക് ഓടിച്ച് ചേട്ടൻ വരും, കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് മെഡിക്കൽ റപ്പ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് ചേട്ടാ എനിക്ക് മെഡിക്കൽ റപ്പ് ആവണം. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നു. ജീവിത സാഹചര്യമാണ്, ഒന്ന് പഠിക്കുമായിരുന്നു ഞാൻ. അപ്പൊ ചേട്ടൻ ഓൾമോസ്റ്റ് ഒരു 560 മാർക്കുണ്ട്. 516 മാർക്ക് 600. എത്രക്ക് രൂക്ഷതയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഡിഗ്രി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അന്ന് ആപ്റ്റ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഷൊർണൂർ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ 18 വയസ്സ് കഴിഞ്ഞ് ഡിഗ്രി എഴുതാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡിഗ്രി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ബേക്ക് മാസ്റ്റർ അവിടെ. അങ്ങനെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അവിടെ സൺഡേസിൽ പഠിക്കാൻ പോകും. അതിന് തൊട്ടിപ്പുറത്തൊരു കൂൾ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടിട്ടൊന്നറിയില്ല, ജ്യൂസ് കട. അവിടെ പണിക്ക് കയറി. അപ്പം ഞായറാഴ്ചകളിൽ ഇവിടെ ക്ലാസ്സിന് പോകും. ശനി ഞാൻ ഇവിടെ ക്ലാസ്സിന് പോകും. അപ്പോൾ മുതലാളി ഭയങ്കര സപ്പോർട്ടായിരുന്നു, പഠിച്ചോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ പഠിപ്പ് തീരുന്ന സമയത്ത് ഞാൻ മറ്റേ വടക്കേ ചാനലൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യാം. അപ്പം ഞാനും ആദ്യകാലം കയറുന്നുണ്ട്. ഇവര് നമുക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടില്ല, എല്ലാവരും കിടന്നുറങ്ങല്ലേ. അപ്പൊ അവിടുത്തെ തെരുവിളക്കിന്റെ എബ്രാഹിംലിംഗന്റെ കാര്യം, എബ്രാഹിംലിംഗനെ പോലെ തെരുവിളക്കിന്റെ വെളിച്ചത്തില് പഠിച്ചു ആള്. പോയി പിന്നെ പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു അവസ്ഥ. പിന്നെ ആ സമയത്ത് വൈകുന്നേരങ്ങളില് ഓട്ടോറിക്ഷ ഓടിക്കാൻ, നൈറ്റൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. പിന്നെ ചായക്കടയില് രാവിലെ ക്ലാസ്സിൽ പോണേക്കാളും മുമ്പൊക്കെ ആയിട്ട് ശക്തം മാർക്കറ്റിലൊക്കെ പോകും. അങ്ങനെ അതൊക്കെ ഒരു സമയം നമ്മുടെ. പക്ഷെ എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും അറിയില്ലേ. ഞാൻ മെഡിക്കൽ റപ്പായി. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്താ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, വെരി മൈ ജോബ്. ചേട്ടാ 4ാമത്തെ ദിവസം ചേട്ടൻ എനിക്ക് ജോലി വാങ്ങിച്ചു മെഡിക്കൽ റപ്പായിട്ട്. മെഡിക്കൽ റപ്പായി. പിന്നെ അവിടുന്ന് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു നമ്മൾ പറയില്ലേ അങ്ങനെ അറിയില്ല, ഒരു ഇറക്കം കഴിഞ്ഞാൽ അല്ലൊരു കയറ്റം കഴിഞ്ഞിട്ടുള്ള ഒരു ഇറക്കം കഴിഞ്ഞിട്ടുള്ള കയറ്റം എന്ന് പറയില്ലേ. പിന്നെ അവിടെ നിങ്ങളുടെ ഒരു കൺസോളിഡേറ്റഡ് സാലറി കിട്ടി തുടങ്ങി. എനിക്കിഷ്ടം ആളുകളായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ. പിന്നെ ദൈവാനുഗ്രഹവും എല്ലാവരും ഇതുകൊണ്ട് അങ്ങനെ കുറെ കമ്പനികൾ കയറി ഏറ്റവും ടോപ്പിലെത്തി ഇന്ത്യയിലത്തെ. അങ്ങനെ എനിക്കറിയില്ല, ഒരുപാട് പേരുണ്ട്. അപ്പൊ കുറെ പേർക്ക് ഞങ്ങൾ ഈ മെഡിക്കൽ ടോപ്പിനെ എന്താ അറിയാത്തത് കൊണ്ട് ഒരു ഡിവൈൻ ജോബ് തന്നെയാണ്. അത് രസമാണ് നമ്മള് കുറെ ആളുകളെ സഹായിക്കാനായിട്ട്. ഇല്ലാന്നേ, അതൊക്കെ വെറുതെ ഒരു കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. ഒറിജിനൽ പ്രഷർ എല്ലാത്തിനും ഉണ്ടാവില്ലേ. നമുക്ക് ഏത് ജോലിക്ക് പ്രഷർ ഇല്ലാത്ത അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് ബേസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാറും. പിന്നെ ഇതൊക്കെ കഥകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളല്ല. അതിന്റെ ഇടയിലാണ് പിന്നെ ഈ അക്കാദമിയിലേക്ക് വന്നിട്ട്. അപ്പൊ എനിക്ക് കോളേജ് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടേ എൻ്റെ ഏട്ടൻ ഭയങ്കര നടനായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടന്റെ നാടകത്തിന് കറക്റ്റം വലിക്കാനൊക്കെ രാത്രിക്ക് ഇവരുടെ കലോത്സവം നാടകം കാണാൻ പോയടാ. ചേട്ടൻ കേരളത്തിൽ പഠിച്ചിരുന്നേ. അപ്പൊ എനിക്ക് ഇതൊരു വലിയ ആഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ
എനിക്ക് നാടകം ചെയ്യാം. അപ്പൊ ചേട്ടൻ അന്ന് ശശി മാഷിന്റെ മറ്റേ ഗണേശൻ മാഷിന്റെ ഒക്കെ സ്റ്റുഡന്റ് ആയിരുന്നു. രംഗചേതന. അപ്പൊ വീടിന്റെ അടുത്തൊരു പൗലോസേട്ടുണ്ട്. പൗലോസേട്ടൻ രംഗചേതനയിൽ പോവാം നമുക്കെന്നാ. അങ്ങനെയാണ് ഞാൻ രംഗചേതനയില് എന്റെ ജൂനിയർ ബാച്ച് ആയിട്ട് 13ാം ബാച്ചില്. 12ാം ബാച്ച് ഞങ്ങള് 11. ഞങ്ങൾ 13. നിങ്ങൾ 12. ഞങ്ങൾ 13. 11 ഞങ്ങള്. നിങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ 12 രാജേഷ് 13. ഓക്കെ 13. ഞാന് ജയന്തിച്ചി ശ്രീരാമൻ കൊറേ പേരുണ്ട്. കൊറേ പേരുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു അറിയോ പൗലോസേട്ടൻ. ഞങ്ങളുടെ ഭാഗ്യം എന്തായിരുന്നു അറിയോ? സത്യമായിട്ട് ഞങ്ങളുടെ ടീമിന്റെ ഭാഗ്യം. ഞങ്ങൾക്ക് ആദ്യത്തെ നാടകം ചെയ്യാൻ വന്ന മാഷ് പ്രേമേട്ടൻ. ഒരു ഭയങ്കര നാടകം. പിള്ള സാറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള എന്റെ നാടകം ഞാൻ സ്വർഗത്തിൽ എന്ന് പറഞ്ഞൊരു നാടകം. ഭയങ്കര ജയന്തിയൊക്കെ മിന്നിച്ചിണ്ടായില്. അതോടുകൂടി ദിനേശൻ കുഞ്ചൻ നമ്പ്യാരായിട്ട്. അതോടുകൂടി നാടകം മാത്രല്ല, അത് ഒരു ഗംഭീര ഫ്രണ്ട്ഷിപ്പിന്റെ ലോകത്ത്. ഞാൻ ഈ കോളേജിൽ പോവാത്ത എന്റെ വിഷമം എന്റെ മാറിയത് ആ ക്യാമ്പസിൽ വന്നപ്പോഴാണ് ഞങ്ങളൊപ്പം. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ ചേട്ടനൊക്കെ ഈ നാടകം എന്ന് പറഞ്ഞ് മരിക്കില്ലായിരുന്നു. പിന്നെ ഫാമിലിയിലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. നാടകത്തിന് മാത്രമേ അവർക്ക് ഒരു വിഷമമില്ല. അല്ലെങ്കിൽ ഇവര് ഈ നാടകം ചെയ്യണത് കയ്യിൽ നിന്ന് കാശ് കളഞ്ഞിട്ടാണ് ഈ നാടകം ചെയ്യണത്. മറ്റേ പ്രൊഫഷണൽ നാടകം പോലെ അല്ല അമീഷർ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും, നമുക്ക് അതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ഇതിന്റെ പിന്നാലെ നടക്കണതിന്റെ കാരണം ആ റിഹേഴ്സൽ ചെയ്യുമ്പോ എല്ലാവരും ഒത്തുകൂടുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞങ്ങളിവിടെ ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ, വെറുതെ വർത്താനം പറഞ്ഞ് നല്ല കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇപ്പൊ നമ്മള് കാട്ടുകുതിരയൊക്കെ ചെയ്യുമ്പോ തന്നെ ലീവ് എടുത്ത് വരുന്നു, റിഹേഴ്സൽ ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. ദിനേശൻ നന്നായി പാട്ട് പാടും, പാട്ട് എഴുതും, കവിത എഴുതും, നാടകം എഴുതും, സംവിധാനം ചെയ്യും. പച്ചമുളകും തക്കാളിയൊക്കെ ഇതിൻ്റെ ഇടയിൽ അരിഞ്ഞ് തീർത്തു. 2 തക്കാളി, 5 പൊറോട്ടയാണ് എടുത്തോണം കേട്ടോ. 5 പൊറോട്ട കുറച്ച് മുമ്പാണ് വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചത്. അത് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാൽ കുഴപ്പമില്ല, തിന്നാനൊക്കെ പറ്റും. ഇല്ല അതിൽ ചൂട് പൊറോട്ടയും ദിനേശൻ തന്നെ ഉണ്ടാക്കാന്നാ പറഞ്ഞത്. വേണ്ട, വാങ്ങിക്കാൻ നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മളീ പാത്രം ഉണ്ട്, ചൈനീസ് കടായി. ഇത് കുറേ നാളുകളായി ഉപയോഗിച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എണ്ണയൊക്കെ തേച്ച് വെച്ചായിരുന്നു. അതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നോക്കിയാൽ ഇങ്ങനെയൊക്കെ പിടിച്ച് ദിനേശന് സൗകര്യപൂർവ്വം ഇളക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അല്ല, ഇത് എണ്ണ വേണം. ഞാൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. ഞാൻ വീഡിയോകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ദിനേശൻ ഞങ്ങൾ ചേറ്റുവയിൽ നമ്മുടെ 1 ലക്ഷം വാർഷികമായി, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി നമുക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ അധോലോകത്തിൻ്റെ അന്ന് അധോലോകം ആയിട്ടില്ല, ഞങ്ങൾ ഈ ആളുകൾ തന്നെ കൂടിയിട്ട് ഞങ്ങൾ ചേറ്റുവയിൽ ഒന്ന് പോയി കൂടിച്ചേർന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അന്ന് വൈകുന്നേരം ദിനേശൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനും ദിനേശൻ കൂടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ കൊത്തു പൊറോട്ടയുടെ ഓർമ്മയിലാണ് ദിനേശൻ വന്നിട്ട്. ദിനേശൻ കുറേ ജ്യൂസുകളൊക്കെ പല ജ്യൂസുകൾ ഉണ്ടാക്കാൻ അറിയാം. കാരണം ജ്യൂസ് കടയിൽ നിന്നാണത്. ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് ഇന്ന ആളുകൾക്ക് ഇന്ന ടൈപ്പ്, ഇന്ന പ്രായക്കാർക്ക് ഇന്നത് ഒക്കെ അറിയാൻ കാര്യങ്ങൾ. സമയമില്ല ആൾക്ക്. അപ്പോൾ ദിനേശനോട്ട് ഇവിടെ കൊത്തു പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കിപ്പിക്കാൻ പോണത്. കുറച്ച് എണ്ണ ഒഴിക്കാം, ചുറ്റിച്ച് വെച്ചോട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഈ എത്ര ടീസ്പൂണാണ്? ഇതിൻ്റെ ഇടയിൽ ദിനേശൻ പൊറോട്ടയിൽ നിന്ന് മുറിക്കിൻ്റെ കേട്ടാ. ഞാൻ മുറിച്ചു തരാം. ഇങ്ങനെ ചെറിയ പീസുകളായിട്ടില്ല. പൊറോട്ട കണ്ടില്ലേ, ഇതിങ്ങനെ മുറിച്ചിട്ട് ഇരിക്കിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആക്കി തരാം. കൈകൊണ്ട് ചിലർ കൈകൊണ്ടാക്കുന്നവരുണ്ടില്ല. ഇവിടെ വെളിച്ചെണ്ണ ചൂടായി. അപ്പം നമുക്ക് ഒരു 4 സബോള കുനുകുനെ അരിഞ്ഞത് കേട്ടാ, കൊത്തി അരിഞ്ഞത്. ഈ പൊറോട്ട എല്ലാം അരിയണം. അങ്ങനെ അരിയാം. ദിനേശ് അത് ഇളക്കട്ടെ. കുറച്ച് ഉപ്പിടണം കേട്ടാ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി കേട്ടാ. മല്ലിപ്പൊടി ഇടുന്നു. മതിയാ? ഇനി ഗരം മസാലപ്പൊടി എത്ര മതിയാ? കുറച്ച് ഗരം മസാലപ്പൊടി. പിന്നെ ഇനി അടുത്തായിട്ട് ഇടാൻ പോണത് ചിക്കൻ മസാല ആണ്. എന്തോരം ഇടണം? പകുതി എത്ര മതിയാ? ചിക്കൻ മസാല കേട്ടാ. ഇത് എത്ര തക്കാളി അരിഞ്ഞതാ? 3 തക്കാളി അരിഞ്ഞതാണ് കേട്ടോ ഇപ്പം ഇടണത്.
കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നു. ഇതിപ്പോൾ എത്ര പേർക്ക് കഴിക്കാനുള്ളതാ? 5-8 പേർക്കൊക്കെ കഴിക്കാം. 5-8 പേർക്ക് കഴിക്കാം. 4 മുട്ട. ഇനി തീ കൂട്ടി വെച്ചിട്ട് അതിനെ കൊത്തി പിടിക്കുന്നു. കടായി ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിലിപ്പോ ചിക്കൻ ഇല്ലാണ്ട് ഇങ്ങനെയും തന്നെയും ഉണ്ടാക്കി കൂടെ? മുട്ട കൊത്ത് പൊറോട്ട. അത് മുട്ട കൊത്ത് പൊറോട്ട. തമിഴ്നാട്ടിൽ നേരം പോക്കിനുണ്ടാക്കുന്ന സാധനങ്ങളാ. അതെ, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതല്ലേ? കുറച്ച് ചിക്കൻ ഇടാം അതിലേക്ക്. ഇളക്കാം. പച്ചമുളക് ഇടാൻ പോകണം കേട്ടോ. പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ എടുക്കണത് ചിക്കൻ കറി ഇരുന്നു കേട്ടോ. ചിലര് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ എല്ലില്ലാതാണെങ്കിൽ അടിപൊളിയല്ലേ. ഇളക്കാം. അപാരമായി കൂട്ടായി. ഇനി പൊറോട്ട ഇങ്ങനെ കൊത്തിരിഞ്ഞുണ്ട്. നന്നായി ഇളക്കി. ചിലര് പൊറോട്ട ഈ പിച്ച് പിടിച്ചിട്ട് തമിഴ്നാട്ടിലൊക്കെ നമ്മളിങ്ങനെ കല്ലിന്റെ മേലെ ഇട്ടിട്ട് കട വെട്ടിയെടുക്കും. പക്ഷെ നമ്മുടെ ഹോട്ടലിലൊക്കെ കടായിൽ തന്നെയാണ്. വേപ്പില കൊണ്ടുവന്നു. വേപ്പിലയും മല്ലിയിലും ഉപ്പിന്റെ പിന്നെ ഓൾറെഡി ഉണ്ട്. പൊറോട്ടയിൽ ഉപ്പുണ്ട്, ചിക്കൻ്റെ ഉപ്പിട്ടോ. ആ, ഉള്ളിപ്പിട്ടോ ചേട്ടോ. ഒരു പേരിന് ഇത്തിരി ഉപ്പ് കേട്ടാ. ഒരു പൊട്ട് കൂടി ഇടാം. തക്കാളി കറി നമ്മൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് വെള്ളം തെളിക്കണം. നമ്മളന്ന് വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിക്കണം. ഇതേ ഒരു പൊട്ട് വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിക്കണം കേട്ടാ. ഈ കറിവേപ്പിലയാണ് ഇതിന് ഭയങ്കര ചൂടി തരുന്ന സാധനം. ഈ കൊത്തു പൊറോട്ട ഇതേ മറ്റേ വേപ്പിലിരുന്നു. മല്ലിയില ഇളക്കിക്കോ. അത് അവസാനം ഇളക്കുന്നു. വീണ്ടും ഒരു തട്ടുകട രൂപപ്പെടുന്നു. ഇനി മല്ലിയില കേട്ടാ. കഴിഞ്ഞു. മല്ലിയില കേട്ടാ. ആഫ്രിക്കൻ മല്ലിയാണ് നമ്മുടെ മെക്സിക്കൻ മല്ലി. ഇളക്കാല്ലേ. സെറ്റായി. ഇനി നുള്ള് നല്ലെണ്ണ. എള്ളെണ്ണ കേട്ടാ. എള്ളെണ്ണയാണ്. കണ്ടോ, നമ്മള് തട്ടുകട ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ദിനേശന്റെ ഈ തട്ടുകട സ്റ്റൈൽ പരീക്ഷിക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. സൂപ്പർ കളറൊക്കെ ഉണ്ടല്ലേ. കഴിഞ്ഞ പരിപാടി. ഇത് നിസ്സാരപ്പെട്ട പണി. ഇതൊക്കെ 5 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡി ആണെങ്കിലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും റെഡി ആണെങ്കിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലുണ്ടാവണം ചിക്കൻ, കൂട്ടാനുണ്ടാവണം, കോഴിമുട്ടീൻ്റെ ആവണം, പൊറോട്ടീൻ്റെ ആവണം. ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേ കുറച്ച് കറിയൊക്കെ വരച്ച് തരും. അപ്പോഴാണ് ഇത് ഉണ്ടാക്കാം. അന്നേരം കുറച്ച് പൊറോട്ടയും മുട്ടയും കൂടിയിട്ട് പിച്ച് പൊളിച്ചിട്ടിട്ട് അതൊരു 6 മണി സമയത്തൊക്കെ 6 മണി 7 മണി സമയത്തൊക്കെ പിള്ളേർക്കൊക്കെ ചെറിയ സെർവ് ചെയ്ത് സാധനം സെറ്റായി. നമുക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ആളുകൾ ഇവിടെ കുറേ പേരുണ്ട്. ശശിയുണ്ട്, പ്രേമുണ്ട്, ജയന്തി ഉണ്ട്, ജഗ്ഗുണ്ട്, ഞാനുണ്ട്, സരിതി ഉണ്ട്. അങ്ങനെ എല്ലാവരും. അപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടാ. അപ്പോൾ പ്രേമൻ, ജയന്തി, സരിത, ഞാൻ, ജഗ്ഗു ഉറങ്ങി. ദിനേശൻ ഇതേ ഇരിക്കുന്നു. ഓ, ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ കണ്ടമാനം പടയ്ക്കുന്നതല്ല. സ്പൂൺ വേണ്ടെന്നാണ് ദിനേശൻ പറയുന്നത്. കൈ കൊണ്ട് വാരി തിന്നാൽ മതി. നിങ്ങൾ രണ്ടുപേരും കഴിക്കും. എങ്ങനെയുണ്ട് നളപാചകം? അല്ല, അങ്ങനെയല്ലേ പറയാ. അയ്യോ, ദിനേശനില്ലേ? ദിനേശൻ അവർ രണ്ടുപേരും കഴിക്കാൻ. നീ കഴിച്ചു തിന്ന്. എങ്ങനെയാ പൊറോട്ട? കൊള്ളാട്ടാ. ഞാനത് പറയാൻ വരെ. ഇതിന് ഫുൾ ക്രെഡിറ്റും ജയന്തിച്ചിട്ട് ചിക്കൻ കറിക്കും കൂടെ. അതാണല്ലേ. ഓ, നല്ല ഗ്രേവി ആയിരുന്നു. സൂപ്പർ ഗ്രേവി ആയിരുന്നു. ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാ. അടിപൊളിയാട്ടാ. പൊറോട്ട അങ്ങനെ കിടന്നിട്ട് കുതിർന്നപ്പോഴേ നമ്മളിങ്ങനെ കിഴി പൊറോട്ട ഉണ്ടാവില്ലേ, അതിന്റെ അതേ ടെക്സ്ചർ ആയില്ലേ.
പക്ഷെ വാങ്ങണ കൊത്തു പൊറോട്ടയിലൊന്നും ഇത്ര ചിക്കൻ ഉണ്ടാവില്ല അല്ലേ? അല്ല ഇതിലിട്ട മുട്ടയൊന്നും കാണാനില്ലല്ലോ. പെട്ടെന്ന് കഴിഞ്ഞു. വേവാനൊന്നും ഇല്ലല്ലോ, അല്ലാതെ വെന്തതല്ലേ. ഹോട്ടലിലൊക്കെ ഓൾറെഡി സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ. അപ്പൊ അതിന്റെ മേലെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല രസം. പൊറോട്ട അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. കൊണ്ടുവന്നാലും മിക്സ് ചെയ്യാം. അല്ല പിന്നെ ചിലവർ ഇതിന്റെ കൂടെ സോസ് വെച്ച് കഴിക്കും. ഇതിന്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് റോ ആയിട്ട് കഴിക്കുമ്പോഴേ പിന്നെയാണ് നമ്മൾ സോസൊക്കെ ഒഴിച്ച് പടപടപടാന്നെ സൗണ്ട് കേൾക്കാം. ഇല്ല ഇങ്ങനെ കൊത്തി പൊട്ടിക്കുന്നത്. അത് കൊത്തു പൊറോട്ടയിലാണോ? മുട്ടയിലല്ലേ? തവയില് ചെയ്യുമ്പോ ഇതിങ്ങനെ ഇങ്ങനെ ചൈനീസുകാർക്ക് ചെയ്യണ പോലെ ചെയ്യാം. ഇത് മറ്റേ പൊറോട്ട ആ കല്ലിൽ തന്നെ ഇട്ടിട്ട് അവരിങ്ങനെ നമ്മുടെ കടായി അതിന്റെ പാത്രം നല്ല സാധനം. വെറുതെ ഇരിക്കുമ്പോ എണ്ണ തേച്ച് വെച്ചോളൂ. കണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിട്ടാ. കടായി നല്ലോണം അട്ടിനെയ്യ് വെച്ച് കുടിപ്പിച്ച് വെക്കണം. അപ്പൊ ഇനി നിർത്താല്ലേ? ദിനേശൻ പാട്ട് വേണ്ട? ദിനേശൻ പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ പൊറോട്ട അവസാനമായിട്ട് എന്റെ പൊറോട്ട കഴിച്ചു. അതെ ഇഷ്ടം പോലെ ഉണ്ട്, തല്ലൂടണ്ട. അതെ കഴിക്കൂ, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അതെ ആദ്യമത്തെ ചേട്ടന് കുറച്ച് കൊണ്ടുകൊടുക്കായിരുന്നു. ഇത് ക്യാൻറ്റീനത്തെ ചേട്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിട്ടോ. ദിനേശിനെ ഒരു പാട്ട് ഇപ്പൊ അടുത്ത് എഴുതിയിട്ട് ഞങ്ങൾ അത് AI കൊണ്ട് മ്യൂസിക് ഒക്കെ ചെയ്തിട്ട് ഇതേ നമ്മുടെ ഒരു യാത്ര പോകാനായിട്ടേ ഒരു സോളോ ട്രിപ്പ് പോയപ്പോ അവർക്ക് വേണ്ടിട്ട് പെട്ടെന്ന് ഇതിന്റെയൊക്കെ പാട്ടാ, നല്ല പാട്ടാ. ഒരു സോളോ ട്രിപ്പ് പോയപ്പോ എഴുതിയതാ. യാത്ര പോയി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പണ്ട് നമ്മളിത് പാടിയിട്ടുണ്ട് ഒരിക്കൽ, ഓർമ്മയില്ലേ? അതോ ലോകത്തിൽ നമ്മൾ പാടിയിട്ടുണ്ട്. അതായത് തന്താനേ താനാനേ താനാനേ താതകിട തന്താനേ 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 താനാനേ താനാനേ താതകിട തന്താനേ 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 കണ്ണെത്താ ദൂരത്തെല്ലാം ചെന്നെത്തേണം, ചെന്നെത്തണ ദൂരത്തെല്ലാം കാതോർക്കേണം. ആ കാതിൽ മൂളും പാട്ടിന് താളം കൊട്ടേണം, കൂട്ടത്തിൽ മറ്റൊരു കുട്ടായി കൂടെ പോകേണം. തന്താനേ താനാനേ താനാനേ താതകിട തന്താനേ 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 താനാനേ താനാനേ താതകിട തന്താനേ തന്താനേ തന്താനേ. കാടും മലനാടും പല നാടും ചെല്ലേണം, കാട്ടരുവി കൈക്കുമ്പിളിൽ കോരി നിറയ്ക്കണം. കാടും മലനാടും പല നാടും ചെല്ലേണം, കാട്ടരുവി കൈക്കുമ്പിളിൽ കോരി നിറയ്ക്കണം. വെള്ളി കെട്ടി വീഴും വെള്ളച്ചാട്ടം കൊള്ളേണം, ആ വേഴാമ്പൽ കരയുമ്പോൾ കൂടെ കരയണം. ആ വേഴാമ്പൽ കരയുമ്പോൾ കൂടെ കരയണം. തന്താനേ താനാനേ തന്താനേ താതകിട തന്താനേ തന്താനേ ആദാനേ തന്താനേ തന്താനേ താതകിട തന്താനേ തന്താനേ തന്താനേ. മഞ്ഞുമലത്തുമ്പിൽ മഴവില്ലായി മാറേണം, കോടമഞ്ഞു നേരെ കൊണ്ടു കടലിൽ വീഴ്ത്തേണം. മഞ്ഞുമലത്തുമ്പിൽ മഴവില്ലായി മാറേണം, കോടമഞ്ഞു നേരെ കൊണ്ടു കടലിൽ വീഴ്ത്തേണം. ആ കടലിൻ തിരയിൽ നീന്തി ഇല്ലാതാകേണം,
കൂട്ടത്തിൽ മറ്റൊരു തിരയായി തീരത്തണയേണം. ആ കഥ പറയാൻ തീരത്തെത്തണ തിരയായി മാറേണം, മറുതിരയായി മാറേണം. ആദാനേ നന്ദാനേ നന്ദാനേ ആദകിടത്തന്താനേ തന്താനേ ആദാനേ നന്ദാനേ നന്ദാനേ താരകിടത്തന്താനേ തന്താനേ തന്താനേ. കണ്ണെത്താ ദൂരത്തെല്ലാം ചെന്നെത്തേണം, ചെന്നെത്തണ ദൂരത്തെല്ലാം കാതോർക്കേണം. ആ കാതിൽ മൂളും പാട്ടിന് താളം കൊട്ടേണം, കൂട്ടത്തിൽ മറ്റൊരു കാറ്റായി കൂടെ പോകേണം. ആദാനേ തന്താനേ നന്ദാനേ ആദകിടത്തന്താനേ നന്ദാനേ ആദാനേ നന്ദാനേ നന്ദാനേ ആദകിടത്തന്താനേ നന്ദാനേ 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 നന്ദാനേ. വന്ദേ ഭാരതിലും ഈ പാട്ട് പാടിയിട്ട് വേണ്ട പോവാൻ. അതെ ഇത് ആൾക്കാരൊക്കെ കൂടെ പോകണം. നിന്റെ ഉള്ളിലുള്ള മൃഗീയ ഭക്ഷണങ്ങളൊക്കെ പുറത്തു പറ്റ ദിനേശാണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ ദിനേശൻ എഴുതി സംഗീതം കൊടുത്തിട്ടുള്ള പാട്ടാണ് കേട്ടോ അത്. പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. ഇതുപോലെ കുറെ പാട്ടുകളുണ്ട്. ഇത് ഒരെണ്ണം മാത്രം. അപ്പൊ അല്ല അപ്പം നിർത്താന്നല്ലേ, നിർത്താം. സമയരാത്രി എഴുതിയിട്ടുണ്ട് ഇല്ലേ? മണ്ണിര മണ്ണിര നാടകം എഴുതിയിട്ടുണ്ട്. ഗംഭീര നാടകം എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യണ്ടേ? അപ്പൊ നിർത്താം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.